നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടാകും. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത സമയം, കരഞ്ഞിട്ടും ആരും കേൾക്കാത്തതുപോലെ, ആരും സഹായത്തിനില്ലാത്ത സമയം. ദൈവമേ, നീ എവിടെയാണ്? എന്തുകൊണ്ട് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? എന്തുകൊണ്ട് എനിക്കൊരു ഉത്തരം നൽകുന്നില്ല? നിങ്ങൾക്കും ജീവിതത്തിൽ ഇതുപോലൊരു സമയമുണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദൈവം എന്തുകൊണ്ട് ചില സമയങ്ങളിൽ സൈലൻ്റായിരിക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരം നൽകുന്നില്ല. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഓർക്കുക, ജീവിതം എല്ലായ്പ്പോഴും സ്മൂത്ത് ആയിരിക്കില്ല. സംടൈംസ് എവറിത്തിങ് ഗോസ് റോങ്. നമുക്ക് ജോലി നഷ്ടപ്പെടാം, ബന്ധങ്ങൾ തകർന്നു പോയേക്കാം, ഹെൽത്ത് ഇഷ്യൂസ് വരാം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒന്നും നടക്കാതെ പോകാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയേറെ പ്രശ്നങ്ങൾ വരുന്നു? എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഹാർഡ് ടൈംസ് എന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല, അതൊരു പ്രിപ്പറേഷനാണ്. നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ്. പലപ്പോഴും പല ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളെയും നമ്മൾ അതിജീവിക്കുമ്പോഴല്ലേ നമ്മൾ ശരിക്കും ശക്തരാകുന്നതും ജീവിതത്തിൽ വിജയിക്കുന്നതും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാതെ കൂടുതൽ കരുത്തോടെ അതിനെ നേരിടണം. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവം നമ്മളെ മറന്നോ എന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സൈലൻസ് മീൻസ് ഗോഡ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻസ്. ഉദാഹരണത്തിന്, ഒരു ടീച്ചർ എക്സാം സമയത്ത് മിണ്ടാതിരിക്കുന്നത് പോലെ. കാരണം ആ സമയത്ത് സ്റ്റുഡൻ്റാണ് ആൻസർ എഴുതേണ്ടത്. അതുപോലെ ദൈവം സൈലൻ്റ് ആകുമ്പോൾ അത് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. ഒരിക്കലും ഈസി ലൈഫ് നമ്മളെ സ്ട്രോങ് ആക്കില്ല, സ്ട്രഗിളാണ് നമ്മളെ ബിൽഡ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ലഭിക്കണം എന്ന മനോഭാവമാണ് നമ്മുടേത്. പക്ഷേ ഗോഡ് നോസ് ദ റൈറ്റ് ടൈം. ലേറ്റ് ആകുന്നത് നമ്മളോടുള്ള അവഗണന കൊണ്ടല്ല, നമ്മളെ പ്രിപ്പയർ ആക്കുകയാണ്. ശരിയായ നേരത്ത് നമുക്ക് ലഭിക്കും. ഇന്നു നീ ജീവിതത്തിൽ സ്ട്രഗിൾസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കുക, നീ ഒറ്റയ്ക്കല്ല. ദൈവം നിന്റെ കഷ്ടപ്പാടിനും പ്രാർത്ഥനയ്ക്കും ഒരു ഉത്തരം നൽകുന്നില്ല എന്ന തോന്നലുണ്ടായാൽ അറിയുക, ദൈവം നിന്റെ ജീവിതത്തിൽ നീ അറിയാതെ നിശബ്ദനായി ഇടപെടുന്നുണ്ട്. ദൈവത്തിൻ്റെ സൈലൻസ് എന്നത് എൻ്റെ അല്ല, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Have a good day.